അപ്പൊ ഗൈസ്, അപ്പൊ ആദ്യം വീട് ഫുള്ളായിട്ട് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ വീട്ടുകാരെ പരിചയപ്പെടുത്താം. ഈ വീട്ടിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഞാൻ ഇപ്പൊ പണിയുന്ന വീടിന്റെ കോൺട്രാക്ട് ഞാൻ പറയുന്നത് നേരത്തെ അളിയൻ സിവിലാണ്, എഞ്ചിനീയർ ആണ്. അപ്പൊ അതിന്റെ ഫുൾ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന്റെ ഫുൾ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് എന്റെ ചേട്ടനാണ്, അളിയനാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു SRT വ്ലോഗ്സ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ വീഡിയോക്ക് വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് ഞാൻ ഇതുവരെയും ചെയ്യാത്തൊരു കാര്യമായിരിക്കും എൻ്റെ നാട്ടിലെ ഹോം ടൂർ. കഴിഞ്ഞ ബ്ലോഗിൽ ഞാനിങ്ങനെ എൻ്റെ ഓഡിയൻസിനോട് ഞാൻ സജഷൻ ചോദിച്ചായിരുന്നു. എനിക്ക് കണ്ടന്റിന്റെ ക്ഷാമമുള്ള ആളാണ്, അപ്പോൾ അടുത്ത കണ്ടന്റ് എന്ത് വേണം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കമന്റ് ബോക്സിൽ വന്ന ഒരു കമന്റ് ആയിരുന്നു. ആരെ കമന്റ് ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ നാട്ടിലെ ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഏതോ ഒരു ലേഡിയാന്ന് തോന്നുന്നു കമന്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഹോം ടൂർ ചെയ്യാന്ന് വിചാരിച്ചു. ഈ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ 8 വർഷമായി. നമ്മുടെ തൊട്ടടുത്ത് അമ്മയുടെ തറവാടൊക്കെ ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് അടുത്തായിട്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വീട് പണിത് ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ ഏകദേശം 8 വർഷം ആയിട്ടുണ്ട്. അപ്പോൾ 8 വർഷത്തിൻ്റെതായ ചെറിയൊരു മുഷിച്ചിലും കാര്യങ്ങളൊക്കെ വീടിനുണ്ടാകും. പിന്നെ നമ്മൾ ഇന്റീരിയർ വർക്കൊന്നും അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് പണി ഈ വീട്ടിൽ ഇപ്പോഴും പെൻഡിങ് ഒക്കെ ഉണ്ട്. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ കൂട്ടുകുടുംബമാണ്. എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, അവരുടെ മക്കൾ 3 പേര്, പിന്നെ നമ്മുടെ ഇളയച്ചൻ, അവരുടെ മക്കൾ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. പിന്നെ ദാ ഇവിടെ രണ്ടുപേരും വന്നേ. ഇത് 2 കുട്ടിപ്പട്ടാളോ. എൻ്റെ ചേച്ചി ഉണ്ടല്ലോ, എൻ്റെ സ്വന്തം, എനിക്ക് മൂത്ത ഒരാൾ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടെ മക്കളാണ് 3 പേരുണ്ട്. ഒന്ന് മൂത്തത് ബബ്ബൂസ്, രണ്ടാമത്തെ ഇതുങ്ങൾ 2 അപ്പോൾ ഇവരുടെ ഒരു കലാവിരുതൊക്കെ ആ വീട്ടിൽ കാണാട്ടോ. ഫുള്ള് അറിയാലോ, ചെറിയ കുട്ടികളുള്ള വീട്ടിലുള്ള എല്ലാവർക്കും ഉള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. അവരുടെ വീടിന്റെ മതിലും ചുവരൊക്കെ ഇങ്ങനെ വരയ്ക്കുക. ഇവരുടെ കുറെ കലാപരമായ കട്ട് ചെയ്യണ്ട, ഇവരുടെ കുറെ കലാപരിപാടികളൊക്കെ ഇവര് നമ്മുടെ വീടിന്റെ ചുമരുമ്മയ്ക്കാണ് എഴുതുക. അപ്പൊ അങ്ങനെ ഫുള്ള് വീട് ഇവരുടെ ഹൈറ്റ് എവിടം വരെ ഉണ്ടോ അവിടേക്ക് ഇങ്ങനെ കുത്തി വരച്ചിട്ടേക്കാണ്. ഓക്കെ, സോ ഞാൻ വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീട് കാണുമ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെ വൃത്തിയില്ലായ്മയല്ല, അത് കുട്ടികളുള്ള എല്ലാ വീടിന്റെയും ചുമരുകളുടെ അവസ്ഥ അത് തന്നെയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊരു ഇൻട്രോ തന്നേ ഉള്ളൂ. അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്, വരും. ഹായ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഇളയച്ചൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇളയച്ചന്റെ 2 മക്കളുണ്ട്. അതിലൊരാൾ അനന്തു, കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഉണ്ടായി, അവനാണ് ഷൂട്ട് ചെയ്യുന്നത്. അവന്റെ പെങ്ങളാണിത്, അനഘ, ഫാഷൻ ഡിസൈനിങ് പഠിക്കുവാണ്. അപ്പം ഈ വീട്ടിൽ കുറെ പെൻഡിങ് ഉണ്ട് കേട്ടോ. നമ്മള് മതിലൊക്കെ ഇനി കുറെ ചെയ്യാനുണ്ട്, കാർ പാർക്കിംഗ് ചെയ്യാനുണ്ട്, അങ്ങനെ ഒത്തിരി വർക്കുകൾ പെൻഡിങ് ഉണ്ട്. ഇവിടെ ടൈലൊന്നും വിരിച്ചിട്ടില്ല, ജസ്റ്റ് മണ്ണ് വിരിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പുതിയൊരു വീട് പണിയുന്നുണ്ടല്ലോ, അപ്പൊ ആ വീടിന്റെ ഹൗസ് വാമിംഗ് ഒക്കെ ആവുന്ന ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഇതും ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യണം. അപ്പോൾ പിള്ളേർ അതുവരെ വരച്ച് കളിച്ചോട്ടെ, കുറച്ച് കഴിയുമ്പോൾ പെയിന്റ് അടിച്ച് ഫ്രഷ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അതുവരെ ഇവരിങ്ങനെ വരച്ച് വളരട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ ഇത് കാർ പാർക്കിംഗ് ഇല്ല, പകരം നമ്മൾ ജസ്റ്റ് ഒരു ഷെഡ് കെട്ടിയിട്ടാണ് വണ്ടി ഇട്ടേക്കുന്നത്. എൻ്റെ സെലേരിയോ, അങ്കമാലി രജിസ്ട്രേഷൻ. പിന്നെ ഇത് അമ്മേന്റെ 2 വീലർ. പിന്നെ ഇത് അളിയന്റെ, അതായത് അളിയൻ എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. നമുക്ക് ആകെ ഒരു അളിയനേ ഉള്ളൂ എനിക്ക്, അതുകൊണ്ട് ഞാൻ അളിയ എന്നാണ്. ഏട്ടനെ ഞാൻ നേരിട്ട് ചേട്ടാന്നാണ് വിളിക്കണെങ്കിലും ആരോടെങ്കിലും ഞാൻ പറയുമ്പോൾ എൻ്റെ അളിയൻ എന്നാണ് പറയാറ്. അപ്പൊ എന്ത് പറ്റി, കിട്ടുന്നുണ്ടോ? അപ്പൊ ഇത് അളിയന്റെ ഡൊമിനോറാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബൈക്ക് ഓടിക്കാൻ. ആദ്യമൊക്കെ ഞാൻ ബൈക്കൊക്കെ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ RX-ഉം പിന്നെ ഡ്യൂക്കൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അന്നത്തെ ഫ്രണ്ട്സിന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പൊ ബൈക്കൊന്നും അങ്ങനെ ഓടിക്കുന്നത് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ ബൈക്ക് എടുത്തിട്ട് റോഡിൽ കൊടുന്ന് പെടച്ചാനെ. എന്റെ പിന്നെ ഒരു ഡിയോ ഉണ്ടായിരുന്നു. എനിക്ക് 2012 മുതൽ ഞാൻ എടുത്തിരുന്ന ഒരു മഞ്ഞ ഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അത് പഴയതായിട്ട് അത് ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അമ്മേനോട് എപ്പോഴും പറയാം, അത് സെയിൽ ചെയ്തിട്ട് അത് നമുക്ക് പുതിയ വീട് പണിയുമ്പോൾ പെയിന്റ് ഒക്കെ ചെയ്ത് വീടിന്റെ മുറ്റത്തൊക്കെ വെക്കണം, എൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് എന്നൊക്കെ പറഞ്ഞ് വെച്ചിരുന്നത്. പക്ഷെ ഈ പ്രാവശ്യം വന്നപ്പോൾ അത് കാണാനില്ല. ആർക്കും എടുത്തു കൊടുത്തു എന്ന് തോന്നുന്നു. കാരണം അത് ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ കാർ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു 7 വർഷമായിട്ടുണ്ടാവും. അതിനു മുമ്പ് ഒരു ഇന്നോവ ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് അങ്കമാലിയിൽ ഡാൻസ് സ്കൂൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളൊരു ഇന്നോവ എടുത്തായിരുന്നു. സെക്കൻഡാണ് എടുത്തിരുന്നത്. പിന്നീട് ആ സമയത്ത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഇന്നോവയും കൊണ്ട് ഫാമിലിന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ആരെങ്കിലും വിളിച്ച് ഡിപ്പെൻഡ് ചെയ്യേണ്ട വരുന്നതുകൊണ്ട് പിന്നെ ഇന്നോവ കൊടുത്തിട്ട് നമ്മൾ സെലേരിയോ എടുത്തു. പിന്നെ നിങ്ങൾ ഈ അവാർഡ് നൈറ്റിനൊക്കെ പോയ ഡിഫൻഡർ ഒന്നും എൻ്റെ അല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ട്സിന്റെ ആണ്. പിന്നെ ഫ്രണ്ട്സിന്റെ വണ്ടി വെച്ചിട്ടുള്ള ഷോ ഓഫ് ആയിരിക്കും. പക്ഷെ
ഞാൻ ഉടനെ തന്നെ ഒരു വണ്ടി എടുക്കും. നോക്കട്ടെ, വീട് പണിയൊക്കെ നടക്കല്ലേ, അപ്പൊ അതിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ ഇത്രയും പേരുള്ളെങ്കിൽ ഇതിപ്പോ ഹെൽമെറ്റിന്റെ ഷോറൂം പോലെ കുറെ ഹെൽമെറ്റുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, വാ. അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ട് ഗൈസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെ കലാവിരുതുകൾ. ഇവരുടെ ഹൈറ്റ് എവിടം വരെ ഉണ്ട് അവിടെ മൊത്തം വരച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. കാണിക്ക്, സൂം സൂം സൂം. മൊത്തം കല്ല്, മുറ്റത്തുനിന്ന് കല്ല് വെച്ചിട്ട് ഉരച്ച് പെയിന്റ് പൊട്ടിയൊക്കെ കളഞ്ഞ് വരച്ച് ഇങ്ങനെ വെച്ച് വൃത്തികേടാക്കി. ഇത് ആര് ചെയ്തതാ? ഇത് ആര് വരച്ചതാ? ഞങ്ങള് എന്തൊരു അഭിമാനത്തോടെ പറയുന്നു, ഞാൻ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഹാള്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇന്റീരിയർ വർക്ക് ഒന്നും നമ്മളിവിടെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ TV യൂണിറ്റ് അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. 8 വർഷത്തിൻ്റെതായ കുറച്ച് പഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ പുതിയ വീടിന്റെ സമയമാകുമ്പോഴേക്കും നമ്മൾ ഇതൊന്ന് പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ചെയ്യണം. അങ്ങനെ. അപ്പോൾ ഇത് ഡൈനിങ് ടേബിൾ. നമ്മുടെ അച്ഛൻ മിസ്റ്റർ തമ്പി സാറ് TV കാണുമ്പോൾ കിടക്കുന്ന സ്ഥലമാണ് ഇത്. ആളെവിടെയാണ് എപ്പോഴും കിടന്നിട്ടൊക്കെയാണ് ഇങ്ങനെ TV കാണുക. പിന്നെ ഇത് ഷോക്കേസ് ഒന്നും ഇവിടെ സെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ കുറെ ഇവരുടെ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് വെച്ചിരിക്കണം. എൻ്റെ കുറെ ട്രോഫി ഉണ്ട്. അത് ഏറ്റവും ടെറസിന്റെ മുകളിൽ എൻ്റെ ഡാൻസിന്റെയും പാട്ടിന്റെയും കഥ എഴുതുന്നതിന്റെയും കവിത എഴുതുന്നതിന്റെ ഒക്കെ കുറെ ട്രോഫികൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. അത് ടെറസിന്റെ ഏറ്റവും മുകളിൽ ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട്. പുതിയ വീട്ടിലേക്ക് ഇനി മാറിയിട്ട് വേണം അതൊക്കെ ഒന്ന് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് അവിടെ ഇങ്ങനെ നിരത്തി വെക്കാൻ. ഓക്കെ, അപ്പോ ഇത് ഒരു മിനിറ്റ് കട്ട് ചെയ്തോ. അപ്പൊ പകൽ സമയത്തൊക്കെ നമ്മുടെ വീട്ടില് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴേക്കും ഏകദേശം ഒരു 8 മണി 9 മണിയൊക്കെ ആവും. ആ സമയത്ത് ഞാനും പിന്നെ അച്ഛനൊക്കെ ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഓരോരുത്തർ. അമ്മ രാവിലെ, അതിനു മുമ്പ് ഞാൻ വീട്ടുകാരെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പരിചയപ്പെടുത്താം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതൊന്ന് ഷൂട്ട് ചെയ്യട്ടെ. ഇവിടെ നിന്നോ, മിണ്ടാതിരുന്നാ മതി. അപ്പൊ ഗൈസ്, അപ്പൊ ആദ്യം വീട് ഫുള്ളായിട്ട് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ വീട്ടുകാരെ പരിചയപ്പെടുത്താം. ഈ വീട്ടിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെറിയൊരു കൂട്ടുകുടുംബാണ്. അച്ഛൻ, അമ്മ എന്ന് പറയുന്ന അച്ഛൻ യൂണിയൻ ബാങ്കിലായിരുന്നു. ആള് റിട്ടയർഡ് ആയിട്ട് കുറച്ച് വർഷങ്ങളായി. അതിനുശേഷം പിന്നെ നമ്മൾ ചെറിയ ഷോപ്പും പരിപാടികളൊക്കെ ഇട്ടായിരുന്നു. പക്ഷെ ഇപ്പോ പക്ക ഒരു ഹോം റെസ്റ്റിലാട്ടോ മിസ്റ്റർ തമ്പി. എന്റെ പേര് ശ്രുതി തമ്പി എന്നാണെങ്കിൽ എല്ലാവരും തമ്പി 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 എന്നാ വിളിക്കുന്നത്. അവിടെ ദുബായിലാണെങ്കിലും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ തമ്പി എന്നാ വിളിക്കുന്നത്. അപ്പൊ ഇപ്പോ ഞങ്ങളുടെ പഴയ വീടുണ്ടായ സമയത്ത് റോഡിൽ കൂടെ തന്നെ എന്റെ ഫ്രണ്ട്സ് തമ്പി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നോക്കണോ അച്ഛൻ നോക്കണോ എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ആയിരിക്കും. എനിവേ, അപ്പൊ അച്ഛൻ റിട്ടയർഡ് ആയിട്ട് ഇപ്പോ വീട്ടിൽ തന്നെ റെസ്റ്റ് ആണ്. പിന്നെ അമ്മ യൂണിയൻ ബാങ്കിൽ തന്നെയാണ്. ചാലക്കുടിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് അച്ഛൻ റിട്ടയർഡ് ആയത്. കറുകുറ്റിയിൽ. ഇപ്പൊ അമ്മ വർക്ക് ചെയ്യുന്നത് കറുകുറ്റി യൂണിയൻ ബാങ്കിന്റെ ബ്രാഞ്ചിലാണ്. പിന്നെ ചേട്ടൻ കൺസ്ട്രക്ഷൻ ആണ്, എഞ്ചിനീയർ ആണ്, സിവില്. അതുപോലെ തന്നെ ചേച്ചി ഇപ്പോ LKG UKG സെക്ഷനിലെ ടീച്ചറായിട്ട് ട്രെയിനിങ്ങിന് കയറിയിരിക്കുന്നു. മുമ്പ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് വീണ്ടും ഇപ്പോൾ കോഴ്സൊക്കെ ഒന്നും കൂടി പഠിച്ചിട്ട് ഇപ്പോൾ ട്രെയിനിങ് ടൈമാണ്. അപ്പൊ ചേച്ചിയുടെ മക്കളുണ്ടല്ലോ, ഇച്ചു കുഞ്ഞാറ്റ നേരത്തെ ഓടി നടന്നത്, അവരെ പഠിപ്പിക്കുന്ന അതേ സ്കൂളിൽ തന്നെ അവരുടെ ടീച്ചറായിട്ട് തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പിന്നെ അവരുടെ മൂത്ത ആളാണ് ബബ്ബൂസ് സ്കൂളിൽ പോയേക്കാണ്. സ്കൂൾ കഴിഞ്ഞിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് വരുള്ളൂ. ഇവിടെ ഇല്ല. ഇവിടെ എന്തെങ്കിലും ഇപ്പൊ എന്താ നേരെ തൊട്ടടുത്ത് നിന്നാണ്. അപ്പൊ അച്ഛൻ, അമ്മ, പിന്നെ ചേച്ചി, ചേട്ടൻ, 3 മക്കള്. ഓക്കെ, അത് ഞാൻ ചേച്ചിനെ പരിചയപ്പെടുത്തുമ്പോൾ ബാക്കി കഥകളിലേക്ക് കിടക്കാം. പിന്നെ ഞാൻ പറയില്ലേ, ഇളയച്ചനും 2 മക്കളും. അതില് അനന്തു ഇപ്പൊ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് അനന്തുവാണ്. കഴിഞ്ഞ നമ്മുടെ മൂന്നാർ ട്രിപ്പിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അനക്ക, നമ്മൾ നേരത്തെ മോളിൽ നിന്ന് ഹായ് കൊടുത്തില്ലേ, അവള് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്, ജോബ് നോക്കിയിട്ട്. അപ്പൊ ഇത്രയും. പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ അനിയൻ ഇളയച്ചൻ, ആള് പെയിന്റിംഗ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീടിന്റെ പെയിന്റിംഗ് കോൺട്രാക്ട് ഒക്കെ എടുത്തിരിക്കുന്നത് ആളാണ്. അപ്പോ അങ്ങനെ ഇത്രയാണ് നമ്മുടെ വീട്ടിലെ അംഗങ്ങള്. ഇനി നമുക്ക് വീടിന്റെ ടൂറിലേക്ക് കിടക്കാം ഗൈസ്. അപ്പൊ ഇതാണ് കിച്ചൺ. നമുക്ക് ഞാൻ ലൈറ്റ് ഇടാം. ലൈറ്റ് വെളിച്ചം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. ഓപ്പൺ കിച്ചൺ ആട്ടോ ഇത്. പണിതപ്പോ ഓപ്പൺ കിച്ചൺ. പക്ഷെ ഓപ്പൺ കിച്ചണിൽ നിങ്ങളും ആരെങ്കിലും വീട് പണിയുന്നവർ ഓപ്പൺ കിച്ചൺ പണിത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും നല്ല വൃത്തിക്ക് നോക്കണം. ഞങ്ങളും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എടുത്തേ. പക്ഷെ പെട്ടെന്ന് മുഷിയും. പിന്നെ നമ്മള് എല്ലാവരും എപ്പോഴും കയറി വരുന്ന സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഓപ്പൺ കിച്ചൺ പണിയുന്നവര് ഓപ്പണേക്കാളും നല്ലത് ക്ലോസ്ഡ് കിച്ചൺ ആണെന്ന് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോ പണിയുന്ന പുതിയ വീട്ടില് ക്ലോസ്ഡ് കിച്ചൺ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇത് കിച്ചൺ, വർക്ക് ഏരിയ ആണ്. പിന്നെ അതിന്റെ ബാക്കിൽ ഡോർ തുറന്നാലും അവിടേക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. നമ്മൾ ഈ വീട് 5.5 സെന്റ് അല്ലേ? 5.5 അല്ലേ പറഞ്ഞോ? 5 സെന്റ് ആണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇത് അച്ഛന്റെ അമ്മയുടെയും ബെഡ്റൂമാണ്. ഇവിടെ മൊത്തം ചുമര് മൊത്തം വരച്ചിട്ടേക്ക് എല്ലാ റൂമിൽ. എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും വരയ്ക്കാത്തതായിട്ട് എന്റെ ബെഡ്റൂം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എന്റെ അടുത്തുള്ള പേടി കൊണ്ട് അവിടെ വളരെ കുറച്ച് വരച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് അച്ഛൻ്റെ അമ്മയുടെ ബെഡ്റൂം. ഇത് കോമൺ ടോയ്ലറ്റ് ആണ്.
ഗസ്റ്റിന് എല്ലാവർക്കും കോമൺ ടോയ്ലറ്റ് താഴത്തെ ഫ്ലോറിൽ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് താഴത്തെ വിശേഷങ്ങളിലേക്ക്. നമുക്ക് അപ്സ്റ്റെയർ പോവാം. അവിടെയാണ് ലെജൻഡ് റൂം, അവിടെയാണ് ഗൈസ്. വരും. ആ, ഇതാണ് ചേച്ചി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ സ്വന്തം ചേച്ചി ശ്രീമോൾ എന്നാണ് പേര്. നമ്മുടെ ഇവരുടെ അമ്മ വന്നേ. ഇവര് 3 മക്കളാണ്. അതിൽ ഞാൻ ദുബായിലെ ബബ്ബുവിനെ നമ്മള് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ബബ്ബുവിനെ ഞാൻ ദുബായിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കുറെ ട്രോളുകൾ ഉണ്ടായിരുന്നു. എന്താണ് സ്വന്തം മോളെ ഏടത്തിയമ്മയുടെ മോളാന്ന് പറഞ്ഞിട്ടൊക്കെ കൊണ്ട് നിർത്തി പറ്റിക്കുവാന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്തിനാ പറ്റിക്കുന്നതെന്ന് എനിക്കറിയില്ല. ബബ്ബൂസിന്റെ അമ്മ ഇതാട്ടോ. ബബ്ബൂസും ഇവരും 2 പേരും 3 മക്കളാണ് എന്റെ ചേച്ചിക്കും ചേട്ടനും. അപ്പോ ആവശ്യമില്ലാത്ത നുണക്കഥകൾ പ്രചരിപ്പിക്കരുത് എന്ന് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുവാണ്. ഞാന് എന്റെ സ്വന്തം കൊച്ചാകുമ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും കാണിക്കുന്നതായിരിക്കും എന്തെങ്കിലും ആവുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഗൈസ് ഇവിടെ നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു ബാൽക്കണി ഉണ്ട്. ഇത് ഫ്രണ്ടിലെ ബാൽക്കണിയാണ്. ഭയങ്കര രസമാട്ടോ വൈകുന്നേരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കാനായിട്ട്. ഇതൊരു വലിയ ബെഡ് കമ്പനിയാണ്. നമ്മുടെ പുതിയ വീട്ടിലേക്ക് നമ്മൾ ഫർണിച്ചറൊക്കെ മിക്കവാറും ഇവിടെ നിന്നായിരിക്കും പർച്ചേസ് ചെയ്യുക. ഇവിടെ നിന്നായിരിക്കും പർച്ചേസ് ചെയ്യുക. കട്ടില് അതുപോലെ ഫർണിച്ചർ എല്ലാം തന്നെ ഇവിടെ ബെഡും എല്ലാം മേക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇത് ഇച്ചൂസിന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ അമ്മ വാങ്ങിച്ചു കൊടുത്ത് ഇച്ചുവിന്റെ ഗിഫ്റ്റ് ആണ്. പക്ഷെ അതുപോലെ തന്നെ ഇത് ടയറൊക്കെ പഞ്ചറായിട്ട് ഇവിടെ ഇങ്ങനെ മൂലയ്ക്ക് തള്ളിയിട്ടുണ്ട്. ഇവനക്ക് ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്ത് വാങ്ങിച്ചാലും കുറച്ച് ദിവസത്തേക്ക്. ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ റിമോട്ടിന്റെ ഒരു കാറ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നില്ല, ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് റിമോട്ട് കാറാണ് ആഗ്രഹം പറഞ്ഞത്. അത് വാങ്ങിച്ചു കൊടുത്ത്. റിമോട്ട് കാർ അവിടെ അതിപ്പോ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. വാ, ഇവിടെ ക്യാമറ വരുമ്പോ 2 പേരും ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് അനഘ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ആള് ഭയങ്കര ഷൈ ആണ്, ക്യാമറ കണ്ടാൽ ഓടും. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ചേച്ചിയുടെയും ചേട്ടന്റെയും. ഇതാരുടെ ബെഡ്റൂമാ? ഇതാരുടെ ബെഡ്റൂമാ? അപ്പൊ ഇച്ചു ബബ്ബുവാ? ബബ്ബു താഴത്ത് ഇച്ചു മോളിലാ. അപ്പൊ ഇവിടെ ആരൊക്കെ കിടന്നുറങ്ങാറ്? അച്ഛൻ. അപ്പൊ ഇച്ചു ഇവിടെ കിടക്കൂല അല്ലെ? ഇച്ചു ആരുടെ അടുത്ത് കിടക്കാ? ഷൈജ എന്ന് പറയുന്നത് അമ്മേന്റെ പേരാട്ടോ. എന്റെ അമ്മയാണ് ഇവന്റെ ഏറ്റവും ഫേവറേറ്റ്. അമ്മയുടെ കൂടെ തന്നെയാണ് എപ്പോഴും കിടന്ന് ഉറക്കവും കാര്യങ്ങളൊക്കെ. അപ്പോ ഇത് അറ്റാച്ച്ഡ് ആണ്. ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പിന്നെ അടുത്തത് ഇവിടെ വേറൊരു റൂമുണ്ട്. ഇത് ആക്ച്വലി പണിത് കഴിഞ്ഞപ്പോ ബബ്ബൂസിന്റെ പണിത റൂമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിങ്ക് കളറൊക്കെ കൊടുത്തിട്ട് പണിത്. പക്ഷെ ബബ്ബു ഒറ്റയ്ക്ക് കിടക്കാറായിട്ടില്ല. പക്ഷെ അവൾ ഒറ്റയ്ക്ക് കിടക്കില്ല. പിങ്ക് കളറൊക്കെ കൊടുത്തിട്ട് ബബ്ബൂസിന് വേണ്ടി ഡിസൈൻ ചെയ്ത റൂമാണ്. ക്യാമറമാൻ കയ്യേറിയിരിക്കുന്ന ക്യാമറമാന്റെ സ്വന്തം റൂമാണിത്. അതിന്റെ വൃത്തിയുടെ മൊത്തം ഇവിടെ കാണാനുണ്ട്. പിന്നെ ചേട്ടൻ സിസ്റ്റർ യൂസ് ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ ഇത് അയൺ ചെയ്യാനുള്ള കോർണർ. പിന്നെ ഇത് നമ്മുടെ ഫാഷൻ ഡിസൈനർ സ്റ്റിച്ച് ചെയ്യുന്ന തയ്യൽ മെഷീൻ ഇവിടെ മൂടിയിട്ടൊക്കെയാണ്. അത്യാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഡ്രസ്സ് കൊണ്ടുവരുമ്പോ എനിക്ക് ഇവിടെ ഷേപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ പറയുമോ ഇവിടെ എനിക്ക് ദുബായിൽ നിന്ന് വരുമ്പോ എന്തെങ്കിലും ഡ്രസ്സ് ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്നില്ല. പുതിയത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്യാനൊക്കെ ഞാൻ ഈ ഫാഷൻ ഡിസൈനറുടെ അടുത്താണ് കൊടുക്കാറ്. ഷേപ്പ് ചെയ്യുമ്പോ ഒരു കൈ ടൈറ്റും ഒരു കൈ ലൂസൊക്കെ ആവുന്നുള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഗൈസ്, ഞാനൊരു കൂട്ടം കാണിച്ചു തരാം. ദിസ് ഈസ് ദ റൂം വെയർ ദ ലെജൻഡ് ലിവ്സ്. ഇവിടെയാണ് ഗൈസ് ഈ വീട്ടിലെ ഏറ്റവും ടോപ്പ് ലെജൻഡ് താമസിക്കുന്നത്. വെൽക്കം ടു മൈ റൂം. ഇതാണ് എന്റെ ബെഡ്റൂം. എനിക്കൊരു പ്രശ്നമല്ല, എൻ്റെ ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ വന്നാലും റൂം ഇങ്ങനെ റീ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഒരു തവണ ഞാൻ ലീവിന് വരുമ്പോൾ കട്ടിൽ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ കട്ടിൽ വേറെ സൈഡാക്കി. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ ഇവളും കൂടെ വന്നിട്ട് ബെഡൊക്കെ തിരിച്ചിട്ടിട്ട് അലമാരയുടെ പൊസിഷനൊക്കെ അങ്ങോട്ട് ചേഞ്ച് ചെയ്തു. ഇപ്പൊ അതിന്റെ ഇടയിൽ ഫസ്റ്റ് റൂമിലേക്ക് വരുമ്പോൾ എനിക്ക് കാണിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് നമ്മുടെ മോഹൻലാലിന്റെ ഒക്കെ കൂടെ ഞാൻ വർക്ക് ചെയ്ത കുറച്ച് ഫ്രെയിമുകൾ, ഫോട്ടോസൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അലമാരന്റെ ബാക്കിലായിപ്പോയി. അത് ഞാൻ ഓർത്തില്ല അലമാര മാറ്റിയപ്പോ. പിന്നെ ഇവിടെ കുറച്ച് പഴയ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ പണി സാധനങ്ങളാണ് രാജാവേ. ഇതില്ലാതെ ഇതാണ് നമ്മുടെ കൺകൊണ്ട ദൈവം എന്നൊക്കെ പറയില്ല, അങ്ങനെ. പിന്നെ ഇത് ഫേമസ് മഞ്ഞപ്പെട്ടി, അറിയാലോ, എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഞാൻ എവിടെ ട്രാവൽ ചെയ്താലും എല്ലാവരും കമന്റ് ബോക്സ് ചോദിക്കും മഞ്ഞപ്പെട്ടി എവിടെയാണ്. കാരണം കുറെ എനിക്ക് തോന്നുന്നു 2-3 2-2.5 വർഷമായിട്ട് ഞാൻ എവിടെ ട്രാവൽ ചെയ്യാൻ പോയാലും ഞാൻ കൊണ്ടുനടക്കുന്ന പെട്ടിയാണ് മഞ്ഞപ്പെട്ടി.
അപ്പോ ഇത് റൂം. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാറില്ല, ഇവിടെ നമ്മളെ ബെഡിന്ന് ഉണക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഡ്രൈ ആക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അവിടെ ഒരു അമ്പലമുണ്ട്, ശ്രീകൃഷ്ണന്റെ അമ്പലം. എനിക്ക് ഏറ്റവും ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോർണർ ഇതാണ്. ഇവിടെ വന്നിങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച്, പ്രത്യേകിച്ച് മഴ പെയ്യുന്ന ദിവസങ്ങളിലൊക്കെ അവിടെ വന്നിങ്ങനെ ഇരുന്ന് അമ്പലമൊക്കെ കണ്ട് ഇരിക്കാനായിട്ട് നല്ല രസമാണ്. പ്രത്യേകിച്ച് ദീപാരാധന സമയത്തൊക്കെ അവരുടെ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാനായിട്ട്. പിന്നെ ഞാൻ ദുബായിൽ അറിയാലോ, നമ്മൾ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ലൈവും പ്രോഗ്രാമും ഒക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ സംസാരിക്കില്ലേ, ലൈവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അവിടുത്തെ ഒരു 3 മണി 4 മണിയൊക്കെ ആവും. അതായത് ഇവിടുത്തെ 5:30. ശരിക്കും പറഞ്ഞാൽ അവിടെ ഞാൻ ഉറങ്ങുന്നത് ഇവിടുത്തെ ഒരു 6 മണിക്കൊക്കെ ആവും, ടിക്ടോക്ക് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ കഴിയുമ്പോൾ, ഗെയിംസ് ഒക്കെ കഴിയുമ്പോൾ. അപ്പൊ എപ്പൊ ലീവിന് വന്നാലും എനിക്ക് ഇവിടുത്തെ ടൈമായിട്ട് ഇങ്ങനെ എടാ ഒരു മിനിറ്റ് സംസാരിക്കല്ലേ. അപ്പോ അവിടെ ഒരു ആ ടൈം ആകുമ്പോൾ ഞാൻ നാട്ടിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് ടൈം രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ് ഉറക്കം വരാനൊക്കെ. അപ്പൊ ഇങ്ങനെ ഉറങ്ങാതെ കിടക്കും. രാവിലെ ആകുമ്പോൾ അവിടുത്തെ മറ്റേ കൗസല്യ സുപ്രജ രാമപൂർ അത് കേട്ട് താരാട്ട് പോലെ കേട്ടിട്ട് അത് കേട്ടിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങാറ്. അങ്ങനെ. അപ്പോ പിന്നെന്താ ഇത്, ഇതൊക്കെ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പഴയ ഒരു ഫ്രണ്ട് ടോണി ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഇതൊക്കെ അന്നേരത്തെ കിട്ടിയ ഗിഫ്റ്റുകൾ ഞാൻ വെറുതെ, കൃഷ്ണനും രാധയും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. അതൊക്കെ ഇങ്ങനെ. ഈ റൂം ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ താമസിക്കുന്ന ഒരു സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ റൂം വേറെ ലെവലാക്കിയാണ്. ഡ്രസ്സിംഗ് ടേബിളും പിന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ വെച്ച് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ഡെക്കോർ ചെയ്തിട്ട് റൂം ഞാൻ നല്ല അടിപൊളി ആക്കിയാണ്. പക്ഷെ ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് റൂമിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് എൻ്റെ വാഷ്റൂം, അറ്റാച്ച്ഡ് വാഷ്റൂം. പിന്നെ ഈ റൂമിലെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ ജനൽ എപ്പോഴും പച്ചപ്പും കാര്യങ്ങളൊക്കെ, മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ വന്ന് നിൽക്കാനും നല്ല രസമാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ റോഡൊക്കെയാണ് പോകുന്നത്. പിന്നെ ഈ റൂമിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബാ, ഇത് ബബ്ബൂസിന്റെ സ്റ്റഡി ടേബിൾ ആട്ടോ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ വന്നിരിക്കാനായിട്ട് ഭയങ്കര രസമാണ്. ഞാൻ ഇവിടുന്ന് കുറെ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കുറെ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്ത് നല്ല രസമാണ്. പിന്നെ മുകളിലുണ്ട് ടെറസ്. ബാ, ഇതെന്റെ ടവലാണ് ഗൈസ്, കൂടി ഞാൻ ഉണക്കാൻ വേണ്ടിട്ടതാ. അയ്യോ, ഇവിടെ ഫുള്ള് വൃത്തിയിടവാ. ഇവിടെ ഫുള്ള് വൃത്തിയിടുന്നല്ല, നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നത് ഞാൻ അന്ന് ഷൂട്ട് ചെയ്തില്ലേ എന്റെ അലക്കുന്ന വീഡിയോ, അത് എത്രയാ 1.7 മില്യണോ 1.8 മില്യൺ എന്തോ കയറി. ഞാൻ ഇവിടെ വന്നിട്ടാണ് അലക്കിയത്. അത് ഞങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല 5 സെന്റേ ഉള്ളൂ സ്ഥലം. അതുകൊണ്ട് തന്നെ താഴെ നമുക്ക് അലക്കല്ലൊക്കെ പണിയാനുള്ള സൗകര്യം കുറവായതുകൊണ്ട് ഇത് അളിയന്റെ ബുദ്ധിയാണ്, നേരെ ടെറസിന്റെ മുകളിൽ അലക്കല്ല് പണിതു. അപ്പോ നമ്മൾ അലക്കുമ്പോൾ പിന്നെ താഴേക്ക് ഒന്ന് വിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെയാണ് ഡ്രസ്സൊക്കെ ഇങ്ങനെ വിരിച്ചിടുക. ഇത് ആരുടെ, ഇത് നിന്റെ ആണോടാ? തൂങ്ങാറുണ്ടോ? ഹൈറ്റ് വെക്കാനാ? എന്റെ ഇങ്ങനെ തൂങ്ങി കിടക്കാനല്ല, പൊങ്ങി വാ, പൊങ്ങി ഇങ്ങനെ വിട്, കേറി അല്ല പിടിച്ചിട്ട് നീ പൊങ്ങിപ്പോ. ഞാൻ ഒരു ദിവസം വന്നിത് ട്രൈ ചെയ്തതാ, പക്ഷെ ഇങ്ങനെ തൂങ്ങി കിടക്കാൻ മാത്രമേ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ. ഇത് ശരിക്കും പൊങ്ങല്ലേ? എന്റെ മോനെ നടക്കില്ല. അപ്പൊ ഗൈസ് ഓക്കെ, ഇനി കുട്ടി പട്ടാളത്തിന് എന്തെങ്കിലും പറയാൻ. ഇങ്ങ് വന്നേ കുഞ്ഞാറ്റ, ഇങ്ങ് വന്നേ. കുഞ്ഞാറ്റ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? അവിടെ അല്ല, അവിടേക്ക് പറ, അങ്ങോട്ട് ക്യാമറ അതെ അങ്ങോട്ട് പറ. ഏത് ക്ലാസ്സിലാ? എൽകെജി അല്ല LKG. ഇച്ചുതാ ഉറക്കെ പറ. UKG. ഇവിടെ വന്ന് നിക്ക് കുഞ്ഞാറ്റ, ഇവിടെ നിക്ക്, ആളുകൾ കണ്ടോണ്ടിരിക്കുക നിങ്ങളെ. ഒരാൾ LKGയിലും ഒരാൾ UKGയിലും. ഇവരുടെ മൂത്തത് ബബ്ബൂസ് എത്രാം ക്ലാസ്സിലാടാ? 6ാം ക്ലാസ്സിലോ? ബബ്ബൂസ് ഇങ്ങ വാ. ആരാ? അളിയനെ ഇന്ന് ഞാൻ ഹോം ടൂർ ചെയ്യൂട്ടോ എന്ന് പറഞ്ഞപ്പോ തന്നെ അളിയൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി എവിടേക്ക് ഒളിച്ചെടുക്കാം, നമുക്ക് പിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബബ്ബൂസിന്റെ താഴെ ഉള്ളതാണ് ഇവർ രണ്ടുപേരും. ബബ്ബൂസ് ഇവര് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അമ്മ എന്താ അതൊക്കെ പറയാം, അത് പറയാം ഇവിടുന്ന് പോണേന്. അപ്പോ ബബ്ബൂസ് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നമ്മുടെ വീട്ടിൽ ആദ്യത്തെ കുഞ്ഞാവ് ആയിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ ഇവര് ലേറ്റ് ആയി കല്യാണം കഴിയുമ്പോൾ 4.5 വർഷം
എന്റെ അമ്മേന്റെ ഒക്കെ പ്രാർത്ഥനയും നേർച്ചയും ഇങ്ങനെ കുറെ വഴിപാടിനൊക്കെ ശേഷം ഞങ്ങൾക്ക് ആറ്റുനോറ്റ് കിട്ടിയ കുഞ്ഞാണ് ബബ്ബൂസ് കേട്ടോ. ഇവര് 4.5 വർഷം കഴിഞ്ഞിട്ടാണ് ബബ്ബൂസ് ഉണ്ടാവുന്നത്. ഞാൻ ആ സമയത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യത്തെ കുഞ്ഞല്ലേ. അപ്പൊ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി ഓടി ഹോസ്പിറ്റലിൽ പോയി കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ബബ്ബൂസ് ഉണ്ടായി കഴിഞ്ഞ് കുറെ ഗ്യാപ്പിന് ശേഷമാണ് ഇച്ചു. ഞങ്ങക്ക് ഒരു ആൺകുഞ്ഞിനെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ അമ്മയ്ക്ക് ആൺകുഞ്ഞിണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞങ്ങള് 2 പെൺകുട്ടികളായി പോയല്ലോ. അപ്പൊ അങ്ങനെ ഇച്ചു ഉണ്ടായി. ഇച്ചു എന്റെ അമ്മേന്റെ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. പിന്നെ ഞങ്ങക്ക് മൂന്നാമത്തെ ഞങ്ങളുടെ കുഞ്ഞാറ്റ ഉണ്ടായി. ഇവര് 3 പേരിൽ കുറച്ചും കൂടെ സ്മാർട്ട് ഇവളാന്ന് തോന്നണ വലുതാവുമ്പോ എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. അങ്ങനെ അപ്പൊ ഇവര് 3 ഞങ്ങളുടെ ഇവിടത്തെ കുട്ടിപ്പട്ടാളും. ഇവര് ചേച്ചിയുടെ മക്കളാണെങ്കിലും ഇപ്പൊ ദുബായ് ചെന്നപ്പോ ട്രോളൊക്കെ വന്നല്ലോ. ബബ്ബൂസിനൊക്കെ ഞാൻ കൊണ്ടുവരുമ്പോ സ്വന്തം മോളെയാണ് ഏടത്തിയമ്മയുടെ മോളെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തുവാണ് ചിലർ. എനിക്കറിയാം അവരെ ഇൻഡയറക്ട്ലി എന്റെ പേര് പറയുന്നില്ലെങ്കിലും ഇൻഡയറക്ട്ലി എന്നെ ട്രോളുന്നതെന്ന് എനിക്കറിയാം. അവരോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഞാൻ ഇവരുടെ ചിറ്റയാണ്. ഇവ 3 കുട്ടികളുടെയും ചിറ്റയാണ് സ്ഥാനം കൊണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? സ്വന്തം ചേച്ചിയുടെ മക്കളാണ്, അതായത് എന്റെ ചോര, എന്റെ ചേച്ചിയുടെ മക്കളാവുമ്പോ എനിക്ക് ഉണ്ടാവുന്ന അതേ ഫീലിങ്സ് എനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ അവരെനിക്ക് എങ്ങനെയാണോ അത് തന്നെയാണ് എനിക്ക് ഇവരോട്. ഓക്കെ, ഇപ്പൊ നിലവിൽ എനിക്ക് കുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതെന്റെ മക്കൾ തന്നെയാണ്. ഇനിയിപ്പോ എന്റെ മക്കളാന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ നാളെ ട്രോൾ അറിയിക്കാൻ എനിക്ക് സന്തോഷമുള്ള കാര്യമുള്ളൂ. കാരണം ഈ ലോകത്ത് എനിക്കിപ്പോ ഒരു ട്രോളന്മാരെ ആണെങ്കിലും എന്റെ ഒരു വ്യൂവേഴ്സിനാണെങ്കിലും സന്തോഷത്തോടെ തൃപ്തിപ്പെടുത്തി എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല. ഞാൻ ആകെ ടാർഗറ്റ് ചെയ്യുന്നത് എന്റെ ഫാമിലിന്റെ സന്തോഷം സമാധാനമാണ്. അപ്പോ ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു സത്യാവസ്ഥ അറിയാലോ, ഈവൻ ഞങ്ങളുടെ നാട്ടുകാർക്ക് അറിയാം, എന്റെ വീട്ടുകാർക്ക് അറിയാം. അപ്പൊ ഇത് ട്രോളന്മാരൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഇന്നിപ്പോ ഒരു ഹോം ടൂർ ചെയ്തത് കൊണ്ട് എല്ലാവരും പരിചയപ്പെടുത്തുമ്പോൾ ഇതും കൂടെ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. പിന്നെന്താ, ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും, നാട്ടുകാരും റീൽസ് കാണുന്ന എല്ലാ ഓഡിയൻസും എന്നെ ഒരുപോലെ ഇഷ്ടപ്പെടണം, എന്നെ ഒരുപോലെ അംഗീകരിക്കണം എന്നൊക്കെ എനിക്കൊരു വാശിയില്ല. കാരണം അതൊന്നും നടക്കാത്ത കാര്യമാണ്. നമുക്ക് എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് ആകെ ഒറ്റൊരു കാര്യമുള്ളൂ, എന്റെ വീട്ടുകാരുടെ മുമ്പിൽ എന്നെ അവര് നല്ലപോലെ അംഗീകരിക്കുക, അവർക്ക് വേണ്ട സന്തോഷം സമാധാനം കൊടുക്കുക, അവരെ മാത്രം ബോധിപ്പിക്കുക. ഇതാണ് എനിക്ക് വേണ്ടുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള ട്രോളുകളും നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഇതൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്യുന്നത് കൊണ്ട് കല്ലുവല്ലി അത്രേ ഉള്ളൂ. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷം. നമുക്ക് താഴെ അളിയനുണ്ട്, അളിയൻ ക്യാമറയുടെ മുമ്പിൽ വരുമെന്നുള്ളത് നോക്കണം. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു, പിന്നെ ഞാനിപ്പോ പണിയുന്ന വീടിന്റെ കോൺട്രാക്ട് ഞാൻ പറയല്ലോ നേരത്തെ, അളിയൻ സിവിലാണ്, എഞ്ചിനീയർ ആണ്. അപ്പൊ അതിന്റെ ഫുൾ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന്റെ ഫുൾ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് എന്റെ ചേട്ടനാണ്, അളിയനാണ്. നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ജനുവരിയിലാണ് തറക്കല്ലിട്ടത്. ഇപ്പൊ 1.5 വർഷമായി വീട് പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വ്ലോഗിൽ, എന്റെ അടുത്ത വ്ലോഗിൽ നമുക്ക് ആ വീടിന്റെ, ഇപ്പൊ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ എന്നാലും നമുക്ക് ആ വീടിന്റെ ഒരു ഹോം ടൂർ, ആ വീട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ബിഫോർ ഇന്റീരിയർ വർക്ക്, അതിനുശേഷം പിന്നെ വീടിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഹോം ടൂർ അവിടത്തെ ചെയ്യാം. അപ്പോ അത് ചെയ്യുന്നത് എന്റെ അളിയനാണ്. കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് എന്റെ അളിയനാണ്. അതിന്റെ വീടിന്റെ ഇന്റീരിയർ ചെയ്യുന്നത് കോഴിക്കോടത്തെ ഒരു പലവര എന്ന് പറയുന്ന ഒരു ടീമാണ്. അപ്പൊ ഗൈസ്, അങ്ങനെയൊക്കെയാണ് എന്റെ വിശേഷങ്ങൾ. പിന്നെ ഇവർക്കൊരു ചാനൽ ഉണ്ട് കേട്ടോ, ഈ വീഡിയോ എടുക്കുന്ന ആളെ ഞാൻ കാണിച്ചുതരാം ഗൈസ്. ഇതാണ് ഇത്ര നേരം എനിക്ക് വേണ്ടി ഷൂട്ട് ചെയ്തെന്ന നമ്മുടെ ക്യാമറമാൻ അനന്തു. ഇവരെ ഈ 2 പൊടിക്കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്, മാമനും പിള്ളേരും. അപ്പോ എല്ലാവരും ആ ചാനല്, മാമനും പിള്ളേരും എന്നാണ് എന്തോ ചാനലിന്റെ പേരൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്കമിങ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇവരുടെ ചെറിയ ക്യൂട്ട് വർത്താനങ്ങളും പിന്നെ ഇവന്റെ കുറെ ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോ താഴ്ക്കോ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ നോക്ക്, ഈ ചുമരൊക്കെ നോക്ക്, എല്ലാം ഇതൊക്കെ ആര് വരച്ചതാ? ഇത് വരയ്ക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? എനിക്ക് തോന്നുന്നു ഇവിടെ വളരെ കുറച്ച് വരച്ചിട്ടേക്കുന്നത് എന്റെ റൂമിലാണ്. എന്നെ ഭയങ്കര പേടിയാട്ടോ, എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്റെ ഒരു പേടിയാണ്. ഉണ്ട് എന്നാലും വളരെ കുറച്ചതാ. ഇത് കണ്ടോ, ഇതൊക്കെ എന്തോ ഭാഗ്യത്തിന് ഇത്തരത്തിൽ. ഇതെന്റെ റൂമാന്ന് അറിഞ്ഞൂടെ? എന്റെ റൂമാന്നറിയോ? ഇതാരുടെ റൂമാ? ഇങ്ങ് വന്നേ കുഞ്ഞാറ്റ്, ഇതാര്? ചിറ്റയുടെ. അപ്പൊ ചിറ്റയുടെ റൂമിൽ ഇങ്ങനെ വരച്ചിടാൻ പാടുണ്ടോ? ഇതാരാ വരച്ചേ? അപ്പൊ ചിറ്റയുടെ റൂമിൽ എന്തിനാ വരച്ചേ? തല്ലട്ടെ, ഇനി വരയ്ക്കോ? ഇവരുടെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞല്ലോ, ഇപ്പൊ വരയ്ക്കാറില്ല, ഇപ്പൊ അങ്ങനെ ചുമരിലൊന്നും വരയ്ക്കാറില്ലെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ ഇത് ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ട്രൈപോഡ് കേട്ടോ.
ട്രൈപോഡ് നമ്മുടെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത. എടാ 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 ഒരു മിനിറ്റ്ടാ. അത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത മൊബൈൽ ട്രൈപോഡാണ് പുതിയത്. പിന്നെ ഇതിപ്പോ ഞാൻ ഒരെണ്ണം വായിച്ച് പകുതി ആയിട്ടുണ്ട്. ഇതാ ഇത്രയും പേജ് വായിച്ചു. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞിട്ട്, ഇത് നമ്മുടെ നാട്ടിലെ എൻ്റെ ഒരു സ്കൂളിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ഒരു ഫ്രണ്ട് എനിക്ക് വായിക്കാൻ വേണ്ടി തന്നതാണ്. ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്ന ബുക്കാട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ഇത്രയും പേജുകൾ വായിച്ചു. നല്ല ബുക്കാണ്. ഇന്നലെ രാത്രി പിന്നെ ഉറക്കം വരുന്നവരെ വായിച്ചു. ഇത് ഒരിക്കൽ എൻ മോഹനന്റെ ഒരിക്കൽ. ഇതും ഞാൻ കുറെ കേട്ട് നല്ല റിവ്യൂസ് ഒക്കെ എല്ലാവരും പറഞ്ഞതുകൊണ്ട് വായിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ അന്വേഷിച്ചാണ് കിട്ടിയ ബുക്ക്. സോ ഇത് ദുബായിക്ക് പോകുന്നതിന് മുമ്പ് എനിക്കിത് വായിച്ചിട്ട് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. പിന്നെ എന്താ, വെള്ളം 2 ലിറ്റർ വെള്ളം 3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കണം. അതുകൊണ്ട് ഞാൻ ഓർത്ത് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ 2 ലിറ്ററിന്റെ ബോട്ടിൽ എപ്പോഴും നിറച്ചിട്ട് ഇങ്ങനെ വെക്കും ഇവിടെ. പിന്നെ ഈ റൂമിൽ വേറെ വിശേഷമൊന്നും ഇല്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ റൂമിലെ വിശേഷം. ബാപ്പുവാം ഞങ്ങൾക്ക് രാത്രി ഇവിടെ പട്ടി ശല്യമുണ്ട്. ഓക്കെ, രാത്രി ആകുമ്പോൾ ഒരു വെളുത്ത പട്ടി വരും. പട്ടി വന്നിട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ചെരുപ്പും കാര്യങ്ങളൊക്കെ കടിച്ചെടുത്തോണ്ട് പോകും. അത് പേടിച്ചിട്ട് ഞാൻ എന്റെ ഷൂ ഒക്കെ ഇങ്ങനെ ഇവിടെ ഒതുക്കി വെച്ചേക്കരുത്. ഷൂറാക്ക് പണിതിട്ടില്ല, പണിയണം. ഇത് ഇവർക്ക് ഇതിനെന്താ പറയാ, വോളിബോൾ ആണോ? ആ, ബാസ്കറ്റ് ബോൾ. സോറി, ഇത് ബാസ്കറ്റ് ബോൾ. ഇത് ഇവർക്ക് റൂമിന്റെ ഉള്ളിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ബാസ്കറ്റ് ബോൾ. മിസ് എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ ചാനലിന്റെ അടുത്ത്? ഒന്നുമില്ല, TV കാണാണ് ഗൈസ്. എന്റെ ചേച്ചിയാണ് ഇവിടെ. ചേച്ചി പറയണെന്ന് പറയാം, അളിയനെ പൊക്കെ വീഡിയോക്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ഗൈസ്, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്റെ ചേട്ടൻ. ആളാണ് പോലെ ആളാണ് നമ്മുടെ നമ്മുടെ വീടിന്റെ കോൺട്രാക്ട് വർക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. ഫുള്ള് ബിസിയാണ്, എപ്പോഴും ഫോണിലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു സന്തോഷങ്ങൾ. എൻ്റെ വീട്, എൻ്റെ വീട്ടുകാര്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താ, ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ഈ പ്രോപ്പർട്ടിയില് മരങ്ങൾ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച്, നിങ്ങൾക്ക് ചുറ്റുവട്ടം നമ്മൾ പറഞ്ഞില്ല 5 സെന്റ് ഉള്ളത് കൊണ്ട് അങ്ങനെ ബാക്കിലേക്ക് അധികം സ്ഥലങ്ങളൊന്നും ഇല്ല. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോ ഇതോ യെസ്, ഇത് ഞങ്ങളുടെ കൃഷിയാണ് ഗൈസ്. ഞങ്ങളുടെ അച്ഛൻ ഇതാരാ ശരിക്കും മാനേജ് ചെയ്യണേ? അച്ഛനാണോ? അച്ഛന്റെ ഭയങ്കര ഇഷ്ടമാണ് കൃഷിയൊക്കെ. ആള് കുറച്ച് മടിയാണ്, ആള് കൃഷി ചെയ്യത്തില്ല. ആൾക്ക് ഇത് നോക്കി നടത്താനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞങ്ങളിങ്ങനെ പണിക്കാരെ വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി. വാഴ കുറച്ച് നട്ടിട്ടുണ്ട്. ഞാൻ പുതിയ സ്ഥലം വാങ്ങിച്ചിട്ടില്ല. അവിടെയും നമ്മൾ വാഴ തന്നെ, ഇവിടെയും വാഴ തന്നെ. അപ്പൊ ഇതൊക്കെ ഇത് കൊല ഉണ്ടായോ? കൊല ഉണ്ടായില്ല. ഇടക്കിടക്ക് ഇവിടെ നല്ല, ഞാൻ എപ്പോഴും ലീവിന് വരുമ്പോ ഇവിടെ അടുക്കളയിൽ എപ്പോഴും വലിയ പഴക്കൊലൊക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ മരുന്നടിക്കാത്ത നാച്ചുറൽ ആയ നമ്മുടെ പറമ്പില്. അതെ, അങ്ങോട്ടേക്കാ? അയ്യോ, അങ്ങോട്ടേക്ക് ചെരുപ്പിട്ടിട്ടില്ല. അങ്ങോട്ടേക്ക് വാ, പോവാം. പഴക്കൊല കായ്ച്ചെടുക്കുന്നുണ്ട്, നമുക്ക് അത് കാണാൻ പോവാം ഗൈസ്. അത് പോണോ? ഇനി ഏറ്റവും കോമഡി എന്താണെന്നറിയോ? സംസാരിച്ച് ഇത്രയായിട്ട് മൈക്ക് അങ്ങനെ ഓഫ് ആയിരിക്കണം അല്ലെ? ഇനി എന്താ പറയുക, ഇതൊക്കെ ഞാൻ ഡബ് ചെയ്യേണ്ടി വരും. ഇത് കപ്പ തൊട്ടാ അറിയാ നമ്മുടെ ഗൈസ്, ഇതെല്ലാം നമ്മുടെ സ്വന്തം കൃഷിയാണ്. ഇത് വേറൊരാളുടെ പറമ്പാണ്, പക്ഷെ ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ സ്വന്തം വാഴകൾ. ഇതാണ് കായ്ച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. മറ്റേ തേൻ കുടിക്കാൻ ആ സാധനം ഉണ്ടായിട്ടില്ല, വേണ്ട. ഇനി അതെങ്ങനെ ഞാൻ പറിച്ച് ഇല്ല, ഞാൻ പിടിച്ചിട്ട് അതിന് അതേ ഇവിടെ ഒന്ന്. അതേതാ, എവിടെ? അതാ, ഇതൊക്കെ റോബസ്റ്റ് ആണോ? ഇത് പൂവൻ പഴം. അതല്ല, അവിടെ വലിയ കൊല നമ്മുടെ അല്ലേ ഇത്? അത് വലുതായല്ലോ. എന്താ? അങ്ങനെ അല്ല, ഞാൻ ഈ പറമ്പിലേക്ക് ഇറങ്ങാറില്ലല്ലോ, എനിക്കറിയത്തില്ല നമ്മുടെ ആണോ ഇനി വേറെ വല്ലവരും ആണെന്ന് എനിക്കറിയാം. ഇത് നമ്മുടെയാണ് ഗൈസ്. ഞാൻ നമ്മുടെ പറയാൻ എന്താണെന്നറിയോ?
ഞാൻ ഇത്രയും നാൾ വന്നിട്ട് ഈ പറമ്പിലേക്ക് ഇറങ്ങുന്നത് ഫസ്റ്റ് ടൈമാ. സോ എനിക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്, ഇതിൽ ഏതൊക്കെയാണ്, എവിടം വരെ ഉണ്ട് നമ്മൾ കൃഷി ചെയ്ത് വെച്ചേക്കണത് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ മുറ്റത്തേക്ക് അങ്ങനെ ഇറങ്ങാറില്ല, ജാട കൊണ്ടല്ല, നേരെ വണ്ടി എടുത്ത് അങ്ങനെ പോകും, പറമ്പിലേക്ക് ഇറങ്ങലില്ല. ഇപ്പൊ ഞങ്ങള് വീട് വാങ്ങിച്ചിട്ടില്ലേ, അല്ല വീട് പണിതുകൊണ്ടിരിക്കുന്നില്ലേ, അവിടെ ഉണ്ട് നമ്മള് ടോട്ടല് 11.5 സെന്റ് സ്ഥലമാണ്. അവിടെ വീട് പണിത് അല്ലാതെ ബാക്കിയുള്ള സ്ഥലത്തും ഇതുപോലെ തന്നെ വാഴകൾ നട്ടിക്കണം. അതും ഏകദേശം കൊലയൊക്കെ ആയി ഉഷാറായിട്ട് പോകുന്നു. പണ്ട് ഞാൻ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഈ പറമ്പിലൊക്കെ ഫുള്ള് സാരി ഉടുത്തിട്ടൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുമ്പോൾ മിക്കവരും ഇപ്പോഴായിരിക്കും എന്നെ ഭയങ്കര സിമ്പിളായിട്ട്, ഭയങ്കര നാച്ചുറൽ ആയിട്ട്, ഭയങ്കര ഒരു സിംപ്ലിസിറ്റി നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ. കാരണം ഞാൻ ഇങ്ങനെയൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. ഞാൻ എന്താണെന്ന് ഞാൻ ഇങ്ങനെ ഒരു പച്ചയായ എന്നെ ഇങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട്. ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഭയങ്കര സിമ്പിൾ ആണെന്നെങ്കിലും മനസ്സിലായിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഒരു ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം, ഹാപ്പി ആയിട്ട് പോകുന്നു. നിങ്ങൾ ഈ നെഗറ്റീവും കാര്യങ്ങളൊക്കെ ട്രോളുന്നവർ വിചാരിക്കേണ്ടത് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഇനി എത്ര നാളെ ട്രോളിയാലും എന്ത് വിമർശനങ്ങൾ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇവരാണ് വലുത്, ഇവർ കഴിഞ്ഞിട്ടുള്ളൂ ഇനി വേറെ എന്തും. സോ ഇവരുടെ ഇടയിൽ ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്, അത് തന്നെയാണ് എന്റെ മെയിൻ. അല്ലാതെ പുറത്തുനിന്ന് പബ്ലിക്കിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റീവും ട്രോളുകളൊന്നും എന്നെ ബാധിക്കാറൊന്നുമില്ല. സോ നാളെ നിങ്ങൾ ഇനി നിങ്ങളോട് ട്രോളൽ നിർത്താനൊന്നും ഞാൻ പറയില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുടുംബവിശേഷം. സോ ഇനി ആ പുതിയ വീടിന്റെ ബ്ലോഗ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാട്ടോ. അപ്പൊ ഗൈസ്, വൈകുന്നേരം 6:15 അമ്പലത്തിലെ പാട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അമ്പലത്തിലെ പാട്ടൊക്കെ തുടങ്ങി. ആൻഡ് ബബ്ബു ഒക്കെ സ്കൂളിൽ വിട്ട് താഴെ വന്നിട്ടുണ്ട്. ഇവിടെ പകല് ആരും ഉണ്ടാവില്ല കേട്ടോ. പകല് ഇപ്പൊ നാട്ടിൽ ഞാൻ ഉള്ളപ്പോൾ ഞാനും അച്ഛനും ഒക്കെ തന്നെ വീട്ടിലുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും അവരവരുടെ ജോലികൾക്ക് പോകും. വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് 3 മണിക്ക് ആകുമ്പോഴേക്കും ചേച്ചി സ്കൂൾ കഴിഞ്ഞിട്ട് വരും. പിന്നെ ചേച്ചിയും കുട്ടികളും ഒരു 3-3:30 ആകുമ്പോഴേക്കും അവർ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വരും. പിന്നെ ഏട്ടൻ ഒരു 5-6 മണി 6 മണിക്ക് ആകുമ്പോഴേക്കും ഏട്ടൻ എത്തും. പിന്നെ ഒരു 7 മണി 6:30 ആകുമ്പോഴേക്കും അമ്മ എത്തും. അങ്ങനെ എല്ലാവരും എത്തുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം. ഇപ്പൊ 6:15 6 മണിക്ക് ശേഷം വീട്ടിൽ ഭയങ്കര ഒച്ചയും ബഹളം, വീടൊക്കെ ഒന്ന് ഉഷാറായിട്ട് അനങ്ങുന്നത് അപ്പോഴായിരിക്കും. അതുവരെ ഞാനിങ്ങനെ ചിലപ്പോൾ ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ കൂടുതലും ബെഡ്റൂമിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകും. ഇത്തവണ എനിക്ക് തോന്നുന്നു, ഇത്തവണ ഞാൻ നാട്ടിൽ വന്നപ്പോൾ കൂടുതൽ ടൈം ഞാൻ വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്തു. നിങ്ങൾക്ക് എന്റെ റീൽസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഷൂട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമാണ് ഞാൻ പുറത്തേക്ക് പോയത്. ബാക്കി ഓൾമോസ്റ്റ് മിക്ക ടൈമിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഇത്തവണത്തെ ലീവിൽ ഞാൻ ഫുള്ളി ഫാമിലി അറ്റാച്ച്ഡ് ആയിരുന്നു. സോ ഇത്തവണ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഒന്നാമത്തെ നമ്മുടെ ക്ലൈമറ്റ്, നല്ല മഴ, ആ ഒരു ക്ലൈമറ്റ് ഒക്കെ വിട്ടിട്ട് ദുബായിൽ അവിടെയൊക്കെ 50-60 ഡിഗ്രി ചൂടാണ്. തിരിച്ചു പോകാൻ നല്ല മടിയുണ്ട്. പിന്നെ അവിടെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അറിയാലോ, ഭയങ്കര ലോൺലിനെസ്സും ഭയങ്കര ബോറിംഗ് ഒക്കെയാണ്. അപ്പൊ ഇവിടെ വരുമ്പോഴാണ് ശരിക്കും ഇവരുടെ ഇടയിലൊക്കെ നിന്നിട്ട് ശരിക്കും ഭയങ്കര റിലാക്സ്, മൈൻഡ് റീഫ്രഷ് ആവണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നേരെ നാട്ടിലേക്ക് വരും. കാരണം ഇവിടെ വന്നിട്ട് അമ്മയുടെ ഫുഡും ഇവിടെ കുട്ടികളുടെ കൂടെ വീട്ടുകാരുടെ കൂടെ ഒക്കെ ഇരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡൻ ടൈം ആയിട്ട് എനിക്ക് തോന്നുക. ഭയങ്കര റിലാക്സ്ഡ് ആവും. എനിക്ക് കുറച്ച് സങ്കടവും ഭയങ്കര ഹൈ ഡിപ്രഷനൊക്കെ വന്ന ടൈമിൽ ഞാൻ നേരെ ഫ്ലൈറ്റ് എടുത്തിട്ട് നാട്ടിലേക്ക് വരും. പിന്നെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ടായിരിക്കും തിരിച്ചു പോകുക. അവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും ടെൻഷൻസ് ഒക്കെ. കാരണം നമ്മൾ ഒറ്റയ്ക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണല്ലോ ഫേസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ടെൻഷൻ അടിക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പേ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒന്നിനെയും കുറിച്ച് ആലോചിച്ച് വറീഡ് ആവാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. ഒന്നിന്റെയും പേര് ടെൻഷൻ ആവാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. കാരണം നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആണ്. ഞാൻ റൂമിൽ ഇരിക്കുമ്പോൾ ബുക്സ് വായിക്കും. താഴെ എനിക്ക് അഥവാ റൂമിൽ ഇരിച്ച് നേരം ബോറടിച്ചെങ്കിൽ താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അത്രയും ആളുകളുടെ ഇടയിലുള്ളത് കൊണ്ട് തന്നെ ഒരു തരി ബോറടിയ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ എൻജോയ്മെന്റ് ആണ് നാട്ടില്. ഇറ്റ്സ് ബബ്ബു അങ്ങനെ. അപ്പൊ ഇന്ന് നമ്മുടെ പുതിയ വീട്ടില് പെസ്റ്റ് കൺട്രോളിന്റെ ഒരു ടീമൊക്കെ വന്നേക്കായിരുന്നു മലപ്പുറത്തുനിന്ന്. അവര് വന്ന് പെസ്റ്റ് കൺട്രോളിന്റെ നമ്മുടെ വീടിന്റെ ഇതില് താഴെ ഉണ്ട്, വരാൻ പറ, വേഗം വരാൻ പറ, അർജന്റാന്ന് പറ. അപ്പോ എന്താ ഡോക്ടർ ഹോം, മലപ്പുറത്തുള്ള ഒരു ഡോക്ടർ ഹോം എന്ന് പറഞ്ഞൊരു ടീമാണ് ഇത്തവണ നമ്മുടെ പുതിയ വീട്ടിലേക്ക് ചെതലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അവര് ഇപ്പോ എന്റെ വീടിന്റെ പുട്ടി വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അവര് നമുക്ക് ഈ മരത്തിന്റെ വർക്ക് ഉള്ളിടത്തൊക്കെ ഡ്രില്ല് ചെയ്തിട്ട് അതില് ഒരു ചോക്ക് വെച്ചിട്ട് ഫ്യൂച്ചറിൽ ഇനി ചെതൽ വരാതിരിക്കാനുള്ള ഒരു സംഭവങ്ങളൊക്കെ ചെയ്തു. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഈ വീടിന്റെ മെയിൻ ഡോറിന്റെ അവിടെ ചെറിയ ചെതലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഈ വീട്ടിൽ വന്നിട്ട് അവർ ജസ്റ്റ് അത് ചെയ്തിട്ട് ഇപ്പൊ അവർ ഇറങ്ങിയതേ ഉള്ളൂ. വൈകുന്നേരം ഒരു 6:30 അവിടെ ഇറങ്ങി. ഇപ്പൊ ബബ്ബു സ്കൂളിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്.
അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് എന്റെ ചേച്ചിയുടെ മൂത്ത കുട്ടി. എന്നിട്ട് ഇവള് ഞാൻ ദുബായിലൊക്കെ കൊണ്ട് നിർത്തുമ്പോ ആ ഫഹദ് ഇല്ലേ, ഖത്തറിലുള്ള ഫഹദ് ട്രോളുന്ന ഫഹദിന്റെ ഒക്കെ ഒരു ട്രോള് കണ്ടായിരുന്നു. എന്താ സ്വന്തം മോളെ ഏടത്തിയുടെ മോള് എന്നും പറഞ്ഞിട്ട് കൊണ്ട് നിർത്തുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ എനിക്ക് പറയാനുള്ളത് എന്നറിയോ, സത്യാവസ്ഥ അറിയാതെ ഒന്നും പറയരുത്. ഓക്കെ, ഇത്ര അതായത് നിങ്ങൾ ട്രോളിക്കോ കളിയാക്കിക്കോ അതൊക്കെ ഓക്കെ, പക്ഷെ കുട്ടികളൊക്കെ വെച്ചിട്ട് ഒരു അനാവശ്യമായ, അതായത് ഒരു തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ആളെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. അല്ലാതെ നിങ്ങൾ ഒരു ഇമാതിരി നോണയൊക്കെ അടിച്ചിറക്കുമ്പോ അത് ആലോചിപ്പോ ഒരു ഒരാളുകളുടെ ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ട്രോൾ ഇറക്കുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം കേട്ടോ. അതുങ്ങളെ അവർ രണ്ടുപേരും ഓടിച്ചപ്പോ നോക്ക് ജനലിന്റെ അവിടെ വന്നിട്ട് ശല്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അപ്പൊ അതൊക്കെയാണ് വിശേഷം. ഇനിയിപ്പോ ഞാൻ ബബ്ബു ബ്ലോഗ് ഓൾറെഡി വൈൻഡപ്പ് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ ആള് സ്കൂൾ വിട്ടിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂല്ലോ. ഇനിയിപ്പോ അവള് ബ്ലോഗിൽ ഇല്ലെങ്കിൽ അതിന്റെ സങ്കടം വേണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്തത്. ഇനി എന്റെ മാതാശ്രീനെ കൂടെ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അമ്മ വരുമ്പോ കുറച്ച് ലേറ്റ് ആവും, എത്തിയിട്ടില്ല ഇതുവരെ. സോ നമ്മള് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ബൈ. സോ നെക്സ്റ്റ് എന്ത് വ്ലോഗ് വേണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ വീഡിയോ തുടങ്ങിയത്. ഓക്കെ, ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ നിന്നാണ് തുടങ്ങി. ഇവിടെ വെച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അമ്മ വരാനുണ്ട്. അമ്മ ഇനിയിപ്പോൾ വരുമ്പോൾ 7 മണി 7:30 ആവും എത്തുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും തന്നെ നമ്മുടെ ചാനല് എന്ത് ചെയ്യണം ഇച്ചു, ചാനല് ഈ മാമൻ എന്താ പഠിപ്പിച്ചെന്നേക്കുന്നേ, ചാനൽ എന്തൊക്കെ ചെയ്യണം? ഇങ്ങ് വാ കുഞ്ഞാറ്റേ, ഇങ്ങ് വന്നേ. ബഡ്ഡി നമ്മുടെ ചാനല് ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, അപ്പൊ പോട്ടെ. താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ. ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, ലൈക്ക് അടിക്കണം, കമന്റ് ചെയ്യണം.